Hi friends, welcome to Learn Programming in Malayalam. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് C# ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിലെ കൺസ്ട്രക്ടേഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തു വച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണുക. ഇവിടെ നമുക്ക് ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. അപ്പോൾ അതിലെ രണ്ട് ക്ലാസ് മെമ്പേഴ്സ് അല്ലെങ്കിൽ ഫീൽഡ്സ് ആണ് കളർ പിന്നെ നെയിം. ഇതിൽ നമ്മൾ കളറിൻ്റെയും നെയിമിൻ്റെയും വാല്യൂ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ കൺസ്ട്രക്ടേഴ്സ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വാല്യൂസ് സെറ്റ് ചെയ്യുന്നത് കുറച്ചും കൂടി ഈസി ആക്കാനായിട്ടാണ്. അപ്പോൾ കൺസ്ട്രക്ടേഴ്സ് പൊതുവേ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയം, അതായത് ഈ ഒരു ലൈനിൽ കൺസ്ട്രക്ടർ ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ആവും അല്ലെങ്കിൽ കോൾ ആവും. കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് നോർമലി ഒരു ക്ലാസിൻ്റെ പേര് തന്നെയുള്ള ഒരു സ്പെഷ്യൽ ഫങ്ഷനാണ്. ക്ലാസിൻ്റെ അകത്ത് വരുന്ന ഒരു സ്പെഷ്യൽ ഫങ്ഷനെയാണ് നമ്മൾ കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കൺസ്ട്രക്ടർ വരുന്നത് ഫ്രൂട്ട് എന്ന് പറയുന്ന പേര്, അതായത് നമ്മുടെ ക്ലാസിൻ്റെ പേര് തന്നെയായിരിക്കും കൺസ്ട്രക്ടറിൽ വരുന്ന പേര്. ഇതിൽ പ്രത്യേകിച്ച് റിട്ടേൺ ടൈപ്പോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇവിടെ കൊടുത്തിരിക്കുന്ന പോലെ വോയിഡ് അല്ലെങ്കിൽ ഇൻറ്റ് എന്ന് പറയുന്ന ഒരു റിട്ടേൺ ടൈപ്പൊന്നും നമുക്ക് കൺസ്ട്രക്ടറിലില്ല. പക്ഷേ കൺസ്ട്രക്ടർ യൂസ് ചെയ്യുന്നത് നമുക്ക് ഇനീഷ്യൽ വാല്യൂസ്, നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇനീഷ്യൽ വാല്യൂസ് സെറ്റ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ നമ്മൾ കൺസ്ട്രക്ടർ ഇങ്ങനെ ഒരു കോഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ C# ഓട്ടോമാറ്റിക്കലി ഒരു കൺസ്ട്രക്ടർ നമുക്ക് വേണ്ടി ക്രിയേറ്റ് ആവും ബാക്ക്ഗ്രൗണ്ടിൽ. പക്ഷേ അത് പ്രത്യേകിച്ച് യൂസ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ വാല്യൂസ് ഒന്നും അതിൽ നമുക്ക് സെറ്റ് ചെയ്യാനൊന്നും സാധിക്കില്ല. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ നമ്മൾ ഈ ഒരു കോഡിനെ എങ്ങനെ കുറച്ചും കൂടി ഈസി ആയിട്ട് ഇതേ ഫങ്ഷനാലിറ്റി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നോക്കുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു കോഡ് തൽക്കാലം ഈ 2 ലൈൻ ഇവിടെ കമൻറ്റ് ചെയ്യാണ്. ഇതിൽ ഇനി വരാൻ പോകുന്നത് നമ്മൾ ഈ 2 ഫീൽഡ്സ് കളർ ആൻഡ് നെയിം, ഈ 2 ഫീൽഡ് കൺസ്ട്രക്ടറിലൂടെ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അതിന് നമ്മളിവിടെ 2 പാരാമീറ്റേഴ്സ് കൊടുക്കുന്നു. ഫ്രൂട്ട് കളർ എന്ന് പറയുന്നതും ഫ്രൂട്ട് നെയിം എന്ന് പറയുന്ന 2 പാരാമീറ്റേഴ്സാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ 2 പാരാമീറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് വാല്യൂസ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ കളർ എന്ന് പറയുന്ന നമ്മുടെ ക്ലാസ് ഫീൽഡ്സിൻ്റെ വാല്യൂ നമ്മൾ ഫ്രൂട്ട് കളർ ആയിട്ടായിരിക്കും സെറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നെയിം എന്ന് പറയുന്ന ഫീൽഡിൻ്റെ വാല്യൂ നമ്മൾ ഫ്രൂട്ട് നെയിം എന്ന് പറയുന്ന പാരാമീറ്ററിൻ്റെ വാല്യൂ ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്ലാസ്സിലെ കൺസ്ട്രക്ടറിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ കൺസ്ട്രക്ടറിൻ്റെ കോഡ് കംപ്ലീറ്റ് ആവുന്നതാണ്. ഇനി നമുക്ക് കൊടുക്കേണ്ടത് ഈ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ ഒരു എററാണ് കാണിച്ചിരിക്കുന്നത്. കാരണം നമ്മൾ കൺസ്ട്രക്ടർ പാരാമീറ്റേഴ്സ്, നമ്മുടെ ഈ 2 പാരാമീറ്റേഴ്സ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് പാസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കളറും ആൻഡ് നെയിം, അപ്പോൾ ഇത് ഇവിടെ വേണം നമുക്ക് പാസ് ചെയ്യാനായിട്ട്. ഇവിടെ റെഡ് എന്ന് പറയുന്നത് കളറായിട്ടും ആപ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ഫ്രൂട്ട്സിൻ്റെ പേരായിട്ടും ഇവിടെ പാസ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ കൺസ്ട്രക്ടർ യൂസ് ചെയ്ത് ഫീൽഡ്സ് ഇനിഷ്യലൈസ് ചെയ്യുന്ന മെത്തേഡ്. ഈ ഒരു കോഡ് നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ സെക്കൻഡ് മെത്തേഡും കൂടി നമ്മളിവിടെ കോൾ ചെയ്യുന്നതാണ് build.display. കളർ എന്ന് പറയുന്നതാണ് നമ്മുടെ സെക്കൻഡ് മെത്തേഡ്. ഇത് രണ്ടും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കോഡ് കംപ്ലീറ്റ് ആവുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇത് റൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ആപ്പിൾ റെഡ്, നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത എക്സാക്റ്റ് ഔട്ട്പുട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയത്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ കോഡ് നമുക്ക് കുറച്ചും കൂടി റെഡ്യൂസ് ആവും. അപ്പോൾ നമുക്ക് ഒരുപാട് ഫീൽഡൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മൾട്ടിപ്പിൾ ലൈൻസ് ആയിട്ട് വാല്യൂസ് സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലാസ്സിലേക്ക് നമുക്കിത് പാസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ്. പിന്നെ കൺസ്ട്രക്ടർ ഫങ്ഷൻ നമുക്ക് മാനുവലി കോൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഒബ്ജക്റ്റ് ക്രിയേഷനിൽ കൺസ്ട്രക്ടർ ഓട്ടോമാറ്റിക്കലി കോൾ ആവും. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൺസ്ട്രക്ടറിൽ നമുക്ക് റിട്ടേൺസ്, ഡാറ്റ ടൈപ്പ് റിട്ടേണിങ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ വാല്യൂ സെറ്റ് ചെയ്യാനായിട്ടാണ്
യൂസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൺസ്ട്രക്ടറിൽ മനസ്സിലാക്കേണ്ടത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൺസ്ട്രക്ടറിൽ നമ്മൾ മെത്തേഡ്സ് പഠിച്ചപ്പോൾ മെത്തേഡ് ഓവർലോഡിങ് പഠിച്ചിരുന്നു. അപ്പോൾ ഡാറ്റ ടൈപ്പ് മാറ്റിയിട്ടോ അല്ലെങ്കിൽ പാരാമീറ്റേഴ്സിൻ്റെ എണ്ണം മാറ്റിയിട്ടോ നിങ്ങൾക്ക് അടുത്തൊരു കൺസ്ട്രക്ടർ ഇവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ മെത്തേഡ് ഓവർലോഡിങ് പഠിച്ച അതേ ഒരു കൺസെപ്റ്റ് തന്നെയാണ്. അതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അപ്പോൾ ആ കൺസ്ട്രക്ടറിൻ്റെ സിഗ്നേച്ചർ അല്ലെങ്കിൽ ആ പാരാമീറ്റേഴ്സ് അനുസരിച്ചിട്ട് നമുക്കിവിടെ അതനുസരിച്ചിട്ടുള്ള കൺസ്ട്രക്ടർ കോൾ ചെയ്ത് ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു കൺസ്ട്രക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഓപ്സ് കൺസെപ്റ്റിലെ ഒരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ് കൺസ്ട്രക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് C# മാത്രമല്ല ഏതൊരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജിലായാലും കൺസ്ട്രക്ടർ എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് സിമിലറാണ്. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് തന്നെ നോക്കി പഠിക്കുക. കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഓപ്സിൻ്റെ ഇനിയും കുറച്ച് ടോപ്പിക്സ് നമുക്ക് ഇനിയും വരാനുണ്ട്. നമ്മൾ വരുന്ന വീഡിയോസിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.